പലരും ചോദിക്കുന്ന ചോദ്യമാണ്, അബ്ദുറഹ്മാൻ, നിങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു, എന്നാൽ എന്തുകൊണ്ടാണ് നിങ്ങൾ സമസ്തക്കാരെ ഈ രീതിയിൽ ആക്ഷേപിക്കുന്നത്, അവരുടെ വിശ്വാസത്തെയും അവരുടെ കർമ്മങ്ങളെയും കളിയാക്കുന്നത്? അവർക്കുള്ള മറുപടിയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ സുന്നികളാണെന്ന് സ്വയം അവകാശപ്പെടുകയും എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ തിന്മയാണെന്ന് പഠിപ്പിച്ച ശിർക്കൻ വിശ്വാസവുമായി ജീവിക്കുകയും ആ ശിർക്കൻ വിശ്വാസങ്ങളിലേക്ക് പാവപ്പെട്ട മനുഷ്യരെ ക്ഷണിക്കുകയും ചെയ്യുന്ന ഇവരോട് എങ്ങനെയാണ് നമുക്ക് സ്നേഹമുണ്ടാവുക? വ്യക്തിപരമായി ഒരു മുസ്ലിം എന്നുള്ള നിലയിൽ ഒരാളോടും എനിക്ക് ദേഷ്യമോ വൈരാഗ്യമോ ഇല്ല. അത് മുസ്ലിമിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ലാത്ത കാര്യമാണ്. എന്നാൽ ഈ ഒരു ആദർശത്തിൻ്റെ പേരിലാണ് എനിക്ക് ഇവരോടുള്ള വിരോധം. നിങ്ങൾ ഈ വീഡിയോ കാണുക, സത്യം മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരങ്ങളെ, ആത്മീയ ചൂഷണങ്ങൾ പല രീതിയിലും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇതൊരു വ്യത്യസ്തമായ ആത്മീയ ചൂഷണമാണ്. ഇതൊരു ജാറമാണ്. ഇവിടെ പ്രധാനപ്പെട്ട വഴിപാട് ചിരട്ടയാണ്. കണ്ടില്ലേ? ഇതൊക്കെ ഇവിടേക്ക് നേർച്ചയാക്കുന്ന ചിരട്ടകളാണ്. ഈ സമസ്തക്കാരായ ആളുകൾ മേലനങ്ങി അധ്വാനിച്ച് തിന്നാൻ ഇവർക്ക് കഴിയില്ല. ഈ ചൂഷണം കൊണ്ടാണ് ഇവർ ജീവിച്ചു പോകുന്നത്. ഹലോ ഹലോ, കബീർക്കാണോ? അല്ല, ഞാൻ താഹിറാണ്. ആ, താഹിർ ഭായി, ഞാൻ പട്ടാമ്പിന്ന് വിളിക്കുകയാണേ. ഞാൻ എന്റെ അടുത്തൊരു ഉസ്താദാണ് നിങ്ങളെ കാര്യം പറഞ്ഞത്. കാലിന്റെ മുട്ട് ഭയങ്കര വേദന. അപ്പൊ നിങ്ങളവിടുത്തെ ആ ജാറത്തിലേക്ക് ചിരട്ട നിറച്ചേക്ക് മാറുന്നു ഇങ്ങനെ ഉസ്താദ് പറഞ്ഞു. അപ്പൊ എത്ര ലോഡ് വേണ്ടി വരും? അതല്ല അവിടേക്ക് എന്തെങ്കിലും ഹദിയ ചെയ്യാണോ വേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടി വിളിച്ചു. അല്ല, അവര് ഈ മുട്ട് വേദന ഇതൊക്കെയാണ് ചിരട്ടയാണ് അവിടെ ഉപയോഗിക്കും. ചിരട്ട പിന്നെ വേണമെങ്കിൽ ഹദിയാണെങ്കിൽ അങ്ങനെ എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഇത് വേണമെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് സാമ്പത്തികം എത്ര ചെലവായാലും കുഴപ്പമില്ല, മുട്ടുവേദന മാറണം. അതിനെന്താ ചെയ്യേണ്ടത് വെച്ചാ പറഞ്ഞാ ചെയ്യാന്ന്. അല്ല, അവിടെ പണ്ട് ജനങ്ങൾ ചിരട്ട കൊണ്ടിടുകയാണ്, കൂട്ടി വെച്ചിരിക്കുകയാണ്. ഇവിടെ ഇപ്പൊ ഏത് ദൈവമാണ് അവിടെ ഉള്ളത്? ആർക്കാ നേർച്ചയാക്കണ്ട്? ഞാന് ഫരീദ് ഷഹമാരാവില്ല. അപ്പൊ അവിടെ ഞങ്ങൾക്ക് വന്ന് പ്രാർത്ഥിക്കാനൊക്കെ പറ്റുമോ? അവിടെ ചെറിയൊരു തന്നെ ചെറിയൊരു ചെറിയ റൂം. അല്ല, നമ്മള് ചെയ്യണേ അങ്ങനെ ചെയ്യും. അല്ല, പൈസ ആരുടെ അടുത്താ കൊടുക്കണ്ടേ? പൈസ ആരാണ് പറഞ്ഞത്? ഒരു ഉസ്താദ് പറഞ്ഞതാണ് ഇങ്ങനെ. ഏത് ഉസ്താദാണ്? സലാഹുദ്ദീൻ. സലാഹുദ്ദീൻ മണ്ണാർക്കാട്ടിലല്ലേ? അതെ 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 അതെ. മൂപ്പരവിടെ വരും. അപ്പൊ പൈസ അവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ കള്ളന്മാര് കൊണ്ടുപോയാ ബുദ്ധിമുട്ടല്ലേ? പൈസ ഒക്കെ നമ്മൾ തന്നെ എടുത്തിട്ട് അത് അപ്പൊ എനിക്ക് പ്രാർത്ഥിക്കണം. അതാണ് എന്റെ പ്രശ്നങ്ങൾ മാറണല്ലോ. അത് അവിടെ വന്ന് ഫരീദൗലിയ രക്ഷിക്കണേന്ന് പറഞ്ഞാ മതിയോ? നമ്മള് സുന്നികളായിട്ടുള്ള ആളുകൾ തന്നെയല്ലേ ഇത്? അല്ലെ, ഇവിടെ നമ്മൾക്ക് നമ്മുടെ ചുറ്റുള്ള ആളുകളൊക്കെ ഇതൊന്നും പാടില്ല എന്ന് പറയുന്ന ആളുകളുണ്ട് കുറെ എണ്ണേ. അല്ല, അത് അവര് പറയണ എന്താ വെച്ചാൽ നമുക്ക് ഇതിലൊക്കെ ഭയങ്കര വിശ്വാസം. പക്ഷെ അവര് പറയണത് പിന്നെ അള്ളാഹു ആണ് ദൈവം, അവനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടൂ, മറ്റുള്ളവരോട്. അതൊക്കെ ഇപ്പൊ വന്നാലേ അത് പറയുന്നുണ്ട്. നമ്മളിപ്പോ പറയുന്നൊക്കെ നമ്മൾക്കൊക്കെ ഞാനൊക്കെ സത്യം ഉൾക്കൊണ്ടിട്ട് ജീവിക്കില്ല. ഉൾക്കൊണ്ട് ജീവിക്കണം. ഞാനാണ് മേൽനോട്ടം നോക്കുന്നത്. ഫരീദൗലിനോട് പ്രാർത്ഥിക്കാം നമുക്ക്. അപ്പൊ നമ്മൾ ഈ ഹിന്ദുക്കളെ കൂടി തന്നിട്ടാണ് അത് ചെറിയൊരു നേരത്തെ മറ്റേ ഈ മുള കൊണ്ടൊക്കെ മറിച്ചാണ്. പിന്നെ അതിനെ വാർത്തിട്ടു. ഹിന്ദുക്കൾ ഇതിൽ സഹകരിക്കാറുണ്ടല്ലേ? വർഷത്തിൽ ഒരിക്കൽ പായസം വെക്കും. മാറി ഒന്നിന് പായസം വെച്ചിട്ട് ഇതൊക്കെ പൂജ ഇതൊക്കെ ഞങ്ങളുടെ കഴിഞ്ഞ് പിന്നെ എല്ലാവരും പങ്കും. എല്ലാവരും അരിയും തേങ്ങയൊക്കെ കൊണ്ടുതരുമല്ലോ. ഇതിപ്പോ ചിരട്ട തന്നിട്ട് ആർക്കെങ്കിലും ചിരട്ട എങ്ങനെ ഈ ഔലിയക്ക് നേർച്ചയാക്കി കഴിഞ്ഞിട്ട് രോഗം മാറിയ വല്ല ചരിത്രം ഉണ്ടോ ഉസ്താദ്? എനിക്ക് അറിയാണ്ട് ചോദിക്കാം. എന്തറിയോ, ഇത് പണ്ട് കാരണന്മാര് ചെയ്തിട്ട് പോയതാണ്. പണ്ട് കാരണന്മാര് ചെയ്തിട്ട് പോയതാണ്. അവരൊക്കെ മരണപ്പെട്ടു പോയി. മനസ്സിലായി? പിന്നെ നമ്മുടെ വലിയച്ഛനാണ് ചെയ്തത്. പിന്നെ മൂപ്പര് മരിച്ചുപോയി. അപ്പൊ നമ്മളതിന് പിന്നെ അങ്ങനെ തുടർന്നു പോയി. മനസ്സിലായോ? നിങ്ങൾ മുസ്ലിങ്ങൾ തന്നെയല്ലേ? ഇപ്പോ ഞാൻ മുസ്ലിമാണ്. ഉസ്താദ് എനിക്ക് പ്രാർത്ഥിക്കുമ്പോ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ അവിടെ പോയി പ്രാർത്ഥിക്കുമ്പോ അറബിയിലുള്ളത് മലയാളത്തിൽ എഴുതി ഇയ്യാക്കൻ അഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയാൻ വേണ്ടി പറഞ്ഞു. എന്താ അതിന്റെ അർത്ഥം? എന്താണത്? എനിക്കറിയില്ല. അത് സത്യം അറിയാത്ത ഞാൻ പറയാൻ പറ്റില്ല. നിങ്ങളൊന്ന് അതൊന്ന് പഠിക്കണം ഇൻഷാ അല്ലാഹ്. കാരണം
നമ്മള് ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ ഹിന്ദുക്കളായാലും അവിടെ വന്ന് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞില്ലേ? അവിടെ വടക്കും തിരിയും വെക്കുന്നത് ഹിന്ദുക്കൾ തന്നെ വെക്കുന്നത് അവിടെ. അത് ഞാൻ പറഞ്ഞതേ, അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ പിന്നെ ഫരീദ് ഔലിയനെ വിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത ശിർക്കായിട്ട് വരില്ലേ? എന്നാലും അത് ശിർക്കാണ്. നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ പ്രവാചകനെ പിൻപറ്റുന്നവരാണല്ലോ. പ്രവാചകനെ പിൻപറ്റുന്നവർക്ക് ജനങ്ങൾക്ക് നന്മ കൽപ്പിക്കുക, അതായത് ജനങ്ങളോട് തൗഹീദ് പറഞ്ഞു കൊടുക്കുക, റിസാലത്ത് പറഞ്ഞു കൊടുക്കുക, അതിലേക്ക് ക്ഷണിക്കുക എന്നുള്ളതാണ്. രോഗം വന്നാൽ നമ്മൾ ഹോസ്പിറ്റലിലേക്കാണ് പോകേണ്ടത്, അല്ലാതെ ചിരട്ട നേർച്ചയാക്കിയിട്ട് പ്രവാചകൻ ആർക്കെങ്കിലുമൊക്കെ യുദ്ധത്തിലും മറ്റൊക്കെ പരിക്ക പറ്റുമ്പോ നിങ്ങൾ ഏതെങ്കിലും ജാറത്തിലേക്ക് ചിരട്ട നേർച്ചയാക്കാൻ വേണ്ടി പഠിപ്പിച്ചിട്ടില്ലല്ലോ. എന്നാ പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല. അള്ളാഹു ഒരിക്കലും പുറത്തു വരാത്ത തെറ്റ്. അപ്പൊ നമ്മളെ ഭാര്യ നമുക്ക് തരേണ്ട, ഭർത്താവ് എന്നുള്ള നിലയിൽ നമുക്ക് തരേണ്ട പരിഗണന മറ്റൊരാൾക്ക് പങ്കുവെച്ചു കൊടുത്താൽ നമുക്ക് നമ്മളെ ഭാര്യനെ അംഗീകരിക്കാൻ പറ്റുമോ? അതിനേക്കാൾ വലിയ തെറ്റാണ് അള്ളാഹുവിന് പുറമെ ഏത് ഔലിയ ആയിക്കൊള്ളട്ടെ, അള്ളാഹുവിന് പുറമെ മറ്റാർക്കെങ്കിലും വിളിച്ച് സഹായം തേടുന്നത്, പ്രാർത്ഥിക്കുന്നതൊക്കെ വലിയ തെറ്റാണ്. അപ്പൊ എന്റെ പേര് ഉണ്ണികൃഷ്ണൻ എന്ന് തന്നെയായിരുന്നു. ഞാൻ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചു മനസ്സിലാക്കി ഇസ്ലാമിലേക്ക് വന്ന ഒരാളാണ്. അപ്പൊ ഞാൻ അതിലെ പോകുമ്പോ ഇങ്ങനൊരു വിശ്വാസവും ഇങ്ങനെ ഒരു ആചാരവും അവിടെ നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോ ഞാൻ നിങ്ങളെ നമ്പർ ഒന്ന് വാങ്ങി വിളിച്ചതാണ്. അതുകൊണ്ട് നമ്മൾ കഴിയുമെങ്കിൽ ആളുകൾക്ക് തൗഹീദ് പറഞ്ഞു കൊടുക്കുക, അതിലേക്ക് ക്ഷണിക്കുക. ഒരിക്കലും അന്ധവിശ്വാസങ്ങളിലേക്ക്, അനാചാരങ്ങളിലേക്ക്, ശിർക്കിലേക്കൊന്നും ജനങ്ങളെ ക്ഷണിക്കാതിരിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യും. അല്ല, ആളുകൾ വരുമ്പോ അവിടെ പ്രതീക്ഷയോട് കൂടിയിട്ടാണല്ലോ വരിക. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കണം, രോഗം നൽകുന്നതും ശിഫയാക്കുന്നതും അള്ളാഹു ആണ്. ഇതിപ്പോ നിങ്ങൾ പറഞ്ഞില്ലേ ഇപ്പൊ നമ്മളെ കാരണന്മാര് ചെയ്തിരുന്നതാണെന്നുള്ളത്. അപ്പൊ ഞങ്ങൾ ഹിന്ദുക്കളായി ജീവിക്കുമ്പോ ഞങ്ങൾ വിഗ്രഹങ്ങൾ ആരാധിച്ചിരുന്നു. ഇത് വേദഗ്രന്ഥം പഠിപ്പിച്ചല്ല, ഞങ്ങളെ കാരണന്മാര് ചെയ്തിരുന്നതാ. പക്ഷെ ഖുർആനും സുന്നത്തും പഠിച്ചപ്പോഴാണ് അതിന്റെ തെറ്റിന്റെ ഗൗരവം മനസ്സിലാക്കാനും മുസ്ലിം ആവാനും ഭാഗ്യം കിട്ടിയത്. അപ്പൊ ഇത് പഠിപ്പിക്കാനാണ് പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ചത്. പ്രവാചകന്റെ വഫാത്തോടു കൂടി പ്രവാചക ശൃംഖല അള്ളാഹു അവസാനിപ്പിച്ചു. ഇനിയൊരു പ്രവാചകൻ വരാനില്ലല്ലോ. പക്ഷെ പ്രവാചകനെ പിൻപറ്റി ജീവിക്കുന്ന എന്റെയും, നിങ്ങളെ പേരെന്താ, കബീറോ? അബു താഹിറിന്റെ ഒക്കെ ഉത്തരവാദിത്തമാണ് ജനങ്ങൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുക, അതിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത്. പക്ഷേ നമ്മൾ 5 നേരത്തെ നമസ്കാരത്തിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹു ഞങ്ങൾ നിന്നെ മാത്രമേ ആരാധിക്കുന്നുള്ളൂ, നിന്നോട് മാത്രമേ സഹായം ചോദിക്കുന്നുള്ളൂ എന്ന് പറയുകയും അല്ലാഹു അല്ലാത്തവരെ ഈ പറഞ്ഞ രീതിയിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോ വിളിച്ച് പ്രാർത്ഥിക്കുകയും നേർച്ചയാക്കുകയൊക്കെ ചെയ്താൽ നമ്മൾ ആ പറയുന്ന കരാറിന് വിരുദ്ധമാണല്ലോ അത്. അപ്പൊ അങ്ങനെ ചെയ്യാതിരിക്കുക. നിങ്ങൾ ഖുർആന്റെ പരിഭാഷ എപ്പോഴെങ്കിലും ഒന്ന് എടുത്ത് വായിച്ചു നോക്കണം. ഖുർആന്റെ പരിഭാഷ ഓക്കെ അന്ന് വായിച്ചു നോക്കണം കേട്ടോ. ഖുർആന്റെ പരിഭാഷ ഇപ്പൊ നമുക്ക് കിട്ടുമല്ലോ, അതൊന്ന് വായിച്ചു നോക്കണേ ഇൻഷാ അല്ലാഹ്.